ഹലോ ഹായ് റുസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സോയ റെസിപ്പിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റോടുകൂടെ ചോറിനല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ടൊമാറ്റോ സോസിൽ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. വലിയ സ്പൂണിൻ്റെ 3 സ്പൂണാവും. പിന്നെ അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂണ് മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പകുതി ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങ നീരും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വെള്ളം വാർത്തെടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പകുതിയോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ സോയാബീൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയി തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സോസിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.